ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാനിന്ന് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കാരണം എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ വൈക്കത്തെ അമ്പലത്തിലെ മഹാദേവ ക്ഷേത്രത്തിലെ കോടിയാർച്ചനയും അതുപോലെ തന്നെ നമ്മുടെ വടക്കുപുറത്തുപാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 13 തുടങ്ങിയതാണ്. ഇത് ഏപ്രിൽ 13 വരെ നമുക്ക് ഓരോരോ പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ നൈറ്റിലെല്ലാം നല്ല പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഈ അവസരത്തിൽ യൂട്യൂബിൽ കൂടെ തന്നെ അറിയിക്കുകയാണ്. പിന്നെ അതുകൂടാതെ ഇപ്പം നമ്മൾ വാർത്ത കേട്ടാൽ ഒരു 20, 22, 23 വയസ്സുള്ള ആൺകുട്ടികളാണ് കൂടുതലും തെറ്റുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 2-3 അമ്മമാർ തൻ്റെ മക്കളുടെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടി അത് പോലീസിനോട് തുറന്നു പറയുകയും അവരെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സത്യത്തിൽ ആ അമ്മയ്ക്ക് മക്കളെ അങ്ങനെ പിടിച്ചു കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. തൻ്റെ മക്കളെ ഒരിക്കലും അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഏതൊരമ്മയും വിചാരിക്കുന്നത്. ഇപ്പം മക്കൾ എന്തെല്ലാം കൃത്യങ്ങൾ കാണിച്ചാലും മക്കളുടെ ഒരു മുൻകോപത്തിൽ കാണിച്ചാൽ ആ അമ്മ ക്ഷമിക്കാതെ അത് പോലീസിൽ അറിയിച്ചുവെങ്കിൽ ആ അമ്മ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്ത് അവൻ കുടുംബത്തിന് കൊള്ളരുതാത്തവനായി അവൻ ജയിലിൽ കഴിയുന്ന അവസ്ഥ വരും. അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും എത്ര സ്നേഹിച്ചാലും കേൾക്കാത്ത മക്കളെ ഇതുപോലെ തന്നെ ചെയ്യണം. കാരണം നമ്മുടെ കുട്ടികൾ നാളെ കൊലപാതകികളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അത് ചെയ്യുന്നത്. അല്ലാണ്ട് അമ്മയ്ക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം ഉണ്ടായിട്ടല്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എല്ലാ മക്കളോടും അമ്മമാർക്ക് സ്നേഹം തന്നെയാണ്. എത്ര വലുതായാലും എത്ര വയസ്സിനായാലും കുഞ്ഞുങ്ങളെ എപ്പോഴും നല്ല രീതിയിൽ വളർത്താനാണ് ഏതൊരമ്മയ്ക്കും ഇഷ്ടം. അപ്പം അതുകൊണ്ട് മക്കൾ ഇതെല്ലാം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ മക്കളും നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരാൻ ശ്രമിക്കണം. അതുപോലെ കൂട്ടുകെട്ടിൽപ്പെട്ട് മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒന്നും അടിമപ്പെടാതെ ജീവിക്കണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ, അസുഖങ്ങൾ വരാതിരിക്കുകയുള്ളൂ, പരസ്പര സ്നേഹം ഉണ്ടാവുകയുള്ളൂ, അച്ഛനമ്മമാരെ ബഹുമാനം ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും ഈ അമ്മമാർ ഇത് തുറന്നു പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് തന്നെ ഒരു മാതൃകയാക്കിയ അമ്മമാർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഈ സമയത്ത്. കാരണം എനിക്കത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് കണ്ണ് നിറഞ്ഞു. എങ്കിലും എനിക്ക് ആ അമ്മമാരെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. കാരണം നമ്മുടെ മക്കൾ നാളെ നാടിനോ മറ്റു കുട്ടികൾക്കോ വിപത്താകാതെ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടി സ്വയം അവരെ നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മമാർ ശ്രമിച്ചത്. അപ്പം നമ്മളും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗുകൾ പരിശോധിക്കണം, അവരുടെ കൂട്ടുകെട്ട് നല്ലതാണോ എന്ന് ശ്രദ്ധിക്കണം, അധികം കൂട്ടുകൂടാൻ പുറത്തേക്ക് വിടാതിരിക്കണം. എന്ന് വെച്ചിട്ട് പൂട്ടിയിട്ട് വളർത്തണം എന്നല്ല, നല്ല കൂട്ടുകൂടണം. നല്ലതിനോട് ചന്ദനത്തോട് ചേർന്നാൽ ചന്ദനം നാറും അങ്ങനെ പറയുന്നുണ്ടല്ലോ പണ്ട് കാലത്ത്. അത് ശരി തന്നെയാണ്. നല്ലതല്ല എന്ന് തോന്നിയാൽ അവിടെ വെച്ച് ആ കൂട്ടുകെട്ട് കട്ട് ചെയ്യുക തന്നെ ചെയ്യണം. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അത് തുടർന്ന് പോകട്ടെ എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ പുതിയ ശിക്ഷകൾ നടപ്പിലാക്കാനോ നമ്മളെ കൊണ്ടാവില്ല. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഏക കർത്തവ്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മക്കളെ നമുക്ക് നന്നായിട്ട് വളർത്താൻ നോക്കിയാൽ അങ്ങനെ ഓരോ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് തന്നെ നന്നാവും. അല്ലാതെ ഈ നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ പോലീസുകാർക്കോ ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക എന്നൊരു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ കൂട്ടുകാരെ, ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 37ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. പുള്ളി ഒരു എക്സ് മിലിറ്ററി ആയിരുന്നു. പിന്നെ അതുകൂടാതെ മോൻ സർവീസിലാണ്. എൻ്റെ കുടുംബത്തെ കാര്യങ്ങൾ. പിന്നെ മൂത്ത മോൻ ഒരു കമ്പനിയിൽ ഇപ്പം സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ നേരത്തെ ഡ്രൈവറായിരുന്നു. പിന്നെ വെൽഡിങ് പഠിച്ച കുട്ടിയാണ്. അവന് 2 കുട്ടികളുണ്ട്. അതുപോലെ എൻ്റെ ഇളയ മോനുണ്ട്. അപ്പം എൻ്റെ ജീവിതം അങ്ങനെ സന്തുഷ്ടമായിട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 10 വർഷമായി. അദ്ദേഹത്തിന് ആക്സിഡൻ്റ് ആയതാണ്, പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ കൂട്ടുകാരെ, ബൈ.